മഹാഭാരതം എഴുതിയ വേദവ്യാസന്റെ തന്നെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രരും പാണ്ഡവും വിതുരരും എന്ന കാര്യം അറിയാമോ? ശന്തനുവിന്റെയും സത്യവതിയുടെയും പുത്രരായ ചിത്രാംഗതനും വിചിത്രവീരനും മരണപ്പെട്ടതിനു ശേഷം ഹസ്തിനാപുരത്തിന് ഒരു രാജാവില്ലാതാവുകയും ആ സാഹചര്യം ഒഴിവാക്കുവാനായി ഭീഷ്മരോട് തന്നെ രാജ്യഭാരം ഏറ്റെടുക്കുവാൻ സത്യവതി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ താൻ തന്റെ പ്രതിജ്ഞ തെറ്റിക്കില്ല എന്നും വിചിത്രവീരന്റെ ഭാര്യമാരായ അംബികയ്ക്കും അംബാലികയ്ക്കും പുത്രരെ ഉണ്ടാക്കുവാനായി ഏതെങ്കിലും ബ്രാഹ്മണരെ സമീപിക്കുന്നതാവും ഉചിതമെന്നും അങ്ങനെയുണ്ടാവുന്ന പുത്രന്മാരിൽ ഒരാൾ അടുത്ത രാജാവാകട്ടെ എന്നും ഭീഷ്മർ പറഞ്ഞു. അത് ഉചിതമായി തോന്നിയ സത്യവതി അങ്ങനെയാണെങ്കിൽ തനിക്ക് പണ്ട് പരാശരമുനിയിൽ പിറന്ന വേദവ്യാസനെ തന്നെ ഈ കാര്യത്തിന് സമീപിക്കാമെന്ന് തീരുമാനമെടുത്തു. സത്യവതിയുടെ ആഗ്രഹമനുസരിച്ച് വേദവ്യാസൻ ഹസ്തിനാപുരത്തെത്തുകയും പുത്രോത്പാദനത്തിനായി അംബികയെയും അംബാലികയെയും സമീപിക്കുകയും ചെയ്തു. എന്നാൽ ജടാധാരിയായ അദ്ദേഹത്തെ പൂർണ്ണ മനസ്സാലെ സ്വീകരിക്കുവാൻ അവരെ കൊണ്ടായില്ല. അംബിക കണ്ണടച്ചുകൊണ്ടും അംബാലിക വിളറി മുഖം ചൊളിച്ചുകൊണ്ടുമാണ് വേദവ്യാസനെ സ്വീകരിച്ചത്. തദ്ഫലമായി അംബികയ്ക്ക് അന്ധനും അംബാലികയ്ക്ക് ശരീരത്തിൽ പാണ്ടുകളോടുകൂടിയ പുത്രനുമാണ് ജനിച്ചത്. എന്നാൽ ഒരു കുറവുമില്ലാത്ത ഒരു കുട്ടി കൂടി തങ്ങൾക്ക് വേണമെന്ന് സത്യവതി വ്യാസനോട് പറഞ്ഞു. അതിനായി വ്യാസനെത്തിയപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചത് അംബികയുടെ ഒരു ദാസിയായിരുന്നു. ആ ദാസിയിൽ കൂടി അദ്ദേഹത്തിനൊരു പുത്രൻ പിറന്നു. അതാണ് വിതുരൻ. ആദ്യത്തെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രരും പാണ്ഡവും. ആദ്യം പാണ്ഡവും പിന്നീട് ധൃതരാഷ്ട്രരും ഹസ്തിനാപുരത്തിന്റെ രാജാവായി. അതീവ ജ്ഞാനിയായിരുന്ന വിതുരൻ മഹാമന്ത്രിയും. കൂടുതൽ കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.